പൂരാഘോഷത്തിന്റെ നിറം കെടുത്തിയത് പോലീസ് എന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ സത്യവാങ്മൂലം. പോലീസ് സമ്മർദ്ദം മൂലം ആഘോഷങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായി തങ്ങൾക്ക് അറിവില്ലെന്നും തിരുവമ്പാടി ദേവസ്വം. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, സത്യവാങ്മൂലത്തിൽ തിരുവമ്പാടി ദേവസ്വം എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? തൃശൂർ പൂരം കലക്കിയതിലാണ് ഇപ്പോൾ നിലവിൽ തിരുവമ്പാടി ദേവസ്വം സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പൂരത്തിന്റെ നിറം കെടുത്തിയത് പോലീസാണ്. പോലീസ് അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ഇടപെട്ടതാണ് ഈ പൂരം കലങ്ങാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പോലീസിന്റെ ഇടപെടൽ മൂലം ആഘോഷങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യമുണ്ടായി. എഴുന്നള്ളിപ്പിന്റെ വേളയിൽ അന്തരീക്ഷം മോശമാവുകയും ചെയ്തു. ഭക്തരെയും പൂരപ്രേമികളെയും പോലീസ് കായികപരമായിട്ടാണ് നേരിട്ടത്. സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ഉത്സവം ആചാരപരമായ ചടങ്ങുകൾ മാത്രമായി ഒതുക്കി. ഇതൊക്കെ തന്നെ പോലീസിന്റെ അനധികൃതമായിട്ടുള്ള ഇടപെടൽ മൂലമാണ്, അധികാര പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ മൂലമാണെന്നും ഈ സത്യവാങ്മൂലത്തിൽ തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കുന്നുണ്ട്. 2.5 നൂറ്റാണ്ടായി മാറ്റമില്ലാതെ തുടരുന്ന ചടങ്ങുകൾ വൈകിപ്പോയെന്നും തിരുവമ്പാടി ദേവസ്വം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായിട്ട് തങ്ങൾക്ക് യാതൊരുവിധ അറിവില്ലെന്നും തിരുവമ്പാടി ദേവസ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ ആചാരങ്ങളിലും ഉത്സവങ്ങളിലും ആകപ്പാടെ ഇടപെട്ടതായിട്ടും ദേവസ്വം വ്യക്തമാക്കുന്നു. എന്തായാലും നേരത്തെ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് തിരുവമ്പാടി ദേവസ്വം പാറമേക്കാവ് ദേവസ്വമാണ് ഈ പൂരം കലക്കാനായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. പക്ഷേ തിരുവമ്പാടി ദേവസ്വം പാറമേക്കാവ് ദേവസ്വവും ഇതിന് മറുപടിയായിട്ട് നൽകിയിട്ടുള്ളത് പോലീസ് അനധികൃതമായിട്ട് ഇടപെട്ടതാണ് ഈ തൃശൂർ പൂരം കലങ്ങാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ആചാരങ്ങളിലും ഉത്സവത്തിന്റെ പല ചടങ്ങുകളിലും അനധികൃതമായിട്ട് പോലീസ് ഇടപെട്ടു എന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് ഏതുവരെ എത്തി എന്ന് അറിയിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടാണ് നിർദ്ദേശം. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.